ആ പറയാൻ വന്ന കാര്യം വേറെ മറ്റൊന്നല്ല. എന്താ വെച്ചാൽ എനിക്കറിയാമല്ലോ, ഞാൻ ബാക്കിയുള്ളവരെക്കാളും ഒരുപാട് വേഗത്തിൽ സഞ്ചരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അധികം ശ്രദ്ധ ചെലുത്താൻ പറ്റിയെന്ന് വരില്ല, പ്രത്യേകിച്ച് നമ്മുടെ കാര്യത്തിൽ. ഞാനിപ്പോൾ ഇവിടെ പറയാൻ കാരണം എന്താ വെച്ചാൽ, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ എവിടെ പാളി പോകണമായിട്ട് തോന്നുന്നു. അപ്പോൾ അന്ന് ശരിക്കും ഒന്ന് ഇരുത്തി ആലോചിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, നമ്മുടെ ഇടയിലുള്ള ഈ ഒരു സംഭവം അധികം മുന്നോട്ട് പോകില്ല. ഇനിയിപ്പോൾ മുന്നോട്ട് പോയാൽ തന്നെ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊന്നും സമയം മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് പ്രാക്ടീസിലേക്ക് സമയം മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തൂല, ഞാൻ ജീവിതത്തിൽ ഉദ്ദേശിച്ച രീതിയിലൊന്നും എത്തിപ്പെടാതെ പോവും. അപ്പോൾ ഞാൻ തകരും. സ്വാഭാവികമായിട്ട് എൻ്റെ മനസ്സിൻ്റെ സമനില തെറ്റിന്ന് വരാം. എനിക്ക് നിന്നോട് ദേഷ്യവും വെറുപ്പും തോന്നി തുടങ്ങാം. സ്വാഭാവികമായിട്ട് ഞാൻ നിന്നെ ഉപദ്രവിക്കാം, വേദനിപ്പിക്കാം, മർദ്ദിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നിനക്ക് എന്നോട് വെറുപ്പ് തോന്നാം. പിന്നെ നമ്മൾ ജീവിക്കുന്നത് മുഴുവനും പരസ്പരം വെറുത്ത് ജീവിച്ച് തീർക്കാനായിരിക്കും. എനിക്കിപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ സമയം കിട്ടാത്ത പോലെ എന്ന് വെച്ചാൽ എൻ്റെ പിഴവുകൾ ഇങ്ങനെ കൂടുക. പിന്നെ നിനക്കറിയാലോ, എനിക്ക് തെറ്റ് പറ്റണം ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ്. കാരണം എനിക്കത് എന്നെ തന്നെ ഇൻസൾട്ട് ചെയ്യുന്ന മാതിരി തോന്നും. ഞാൻ ഇത്രയും എല്ലാം സഹിച്ച് ഇവിടെ വന്ന് നിൽക്കുന്നത് ജസ്റ്റ് ഒരു ആവറേജായിട്ട് തിരിച്ചു പോകാനുള്ളതെന്നുള്ള എനിക്കറിയാമെന്ന് എനിക്കും അറിയാം. ഞാൻ എത്തേണ്ട സ്ഥാനത്തിൻ്റെ ഏറ്റവും പീക്ക് എനിക്ക് എത്തണം. എൻ്റെ മുമ്പിലുള്ള പ്രേക്ഷകരെ കൈയടി മാത്രമല്ല എനിക്ക് വേണ്ടത്, അവരുടെ ഹൃദയടുപ്പിൻ്റെ ഉന്മാദത്തിൻ്റെ വൈബ്രേഷൻ ഈ ഹാളിൽ നിറഞ്ഞു നിൽക്കണം. അതിനുവേണ്ടി ഞാൻ എന്തിനും തയ്യാറാണ്. എന്ന് വെച്ചാൽ എന്ത് ഒഴിവാക്കാനും തയ്യാറാണ്. എൻ്റെ ഉറക്കം ഒഴിവാക്കണോ ഞാൻ ഒഴിവാക്കാം, എൻ്റെ ഭക്ഷണം ഒഴിവാക്കണോ ഞാൻ ഒഴിവാക്കാം, വേണ്ടി വന്ന് നിന്നടക്കം ഞാൻ ഒഴിവാക്കാൻ തയ്യാറാണ്. ഞാനിപ്പോൾ ഈ പറയുന്നത് നീ ചെയ്യാൻ പോകുന്നത് നമ്മുടെ രണ്ടുപേരുടെയും നല്ലതിനാണെന്നുള്ള സത്യാവസ്ഥ നീ മനസ്സിലാക്കണം.